സോ ഹലോ ഗെയ്സ്, ഒന്ന് നമ്മൾ വന്നിരിക്കണം മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് ഗെയ്സ്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പ്ലെയറിൻ്റെ സ്കിന്ന്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ബാരി ബോൺസിൻ്റെ ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ കയറി എൻ്റെ സെർവറാണ് കേട്ടോ, മാക്സ് വി റോഡിൻ്റെ. ഓക്കെ, ഇതാണ് ഗെയ്സ് എൻ്റെ സെർവർ. കൊള്ളാം. ഞാൻ ബാരി ബോൺസിൻ്റെ ടെക്സ്ചർ പാക്കൊക്കെ ഇട്ടിരുന്നത്. ഇതാണ് എൻ്റെ വീട്. പിന്നെ നമുക്ക് ഈ എപ്പിസോഡിൽ പറ്റുമെങ്കിൽ നമുക്ക് മറ്റേ സാധനമൊക്കെ സെറ്റാക്കണം കേട്ടോ ഗൈസ്. നമുക്ക് പറ്റുമെങ്കിൽ മറ്റേ എന്താ പറയുക, മറ്റേ സംഭവമില്ലേ, അതൊക്കെ സെറ്റാക്കണം. എന്തായിരുന്നു, ഫാമിങ്, അതൊക്കെ സെറ്റാക്കണം ഗൈസ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, 24 ഇതും എല്ലാം ഉണ്ട്. പിന്നെ അയ്യണൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അയ്യണൊക്കെ സെറ്റാക്കിൻ്റെ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് വന്നിട്ട് ഇതിൽ ഞാൻ ഒരു കുഞ്ഞ് കംപ്ലൈൻറ്റ് ഇട്ട് കേസ്, വേറെ ഒന്നുമില്ല. ഇതിൽ ഞാൻ ക്രീപ്പറിനൊക്കെ ഈ കാട്ടുന്ന കാണുന്നുള്ളൂ. അതെന്താ സംഭവം എനിക്കറിയില്ല. അത് വേർഷൻ വന്നിട്ട് ഞാൻ അവസാനം കൊടുക്കാം. വേർഷൻ ഏതാണെന്ന് ഞാൻ അവസാനം പറയാം ഗൈസ്. ഓക്കെ, അതായിരിക്കും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. ഗൈസ് ഒന്ന് കട്ടായിപ്പോയി കേട്ടോ. ഓക്കെ, വോയിസ് കട്ടായിപ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ. ഇതൊന്ന് സെറ്റാക്കണം, കാരണം ഇതിങ്ങനെ കയറുമ്പോൾ തന്നെ അങ്ങോട്ടൊക്കെ പോവുകയാണ്. സെറ്റാക്കിയത് ഗൈസ് ഈ ഒരു ഏരിയ. നമുക്ക് ഈ മൈനിങ് ഏരിയ പറഞ്ഞാൽ അതൊരു ഹരാണ് മൈൻക്രാഫ്റ്റിൽ എല്ലാവർക്കും. കാരണം മൈനിങ് നടത്തിയാലാണ് മൈൻക്രാഫ്റ്റിൽ വല്ലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാര്യമായിട്ട്. അപ്പോൾ എനിക്ക് ഇത്ര നേരമായിട്ട് ഞാൻ കുത്തിയിരുന്ന് മൈൻ ചെയ്തിട്ടും എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല, കോള് പോലും കിട്ടിയിട്ടില്ല. സോ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം അവിടെ. പിന്നെ അതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചെടുത്ത് കളയാം. എന്നിട്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇതുപോലെ ബ്ലോക്സ് വെച്ചുകൊണ്ട് നിറയ്ക്കാം. നീ കാര്യത്തിലാണ് അവിടെ വന്നിട്ട് അയ്യോ കയറാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ ഈ സാധനം എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ ലാവ ഞാൻ മുന്നേ മൈൻ ചെയ്തപ്പോൾ കിട്ടി കേട്ടോ. ഇതിങ്ങനെ നടന്നിട്ട് താഴേക്ക് കൂടെ അങ്ങോട്ട് അണ്ടർഗ്രൗണ്ട് പോലെ പോകാൻ നോക്കിയപ്പോൾ അത് പൊട്ടി ഞാൻ താഴെ കൊണ്ട് ചത്ത് 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം ചത്തിട്ട് ഞാൻ ഇതിനെ തിരിച്ചു വന്ന് നോക്കി കേസ്. ഇവിടെ കോളൊക്കെ കിട്ടി കേട്ടോ. ഇവിടുന്ന് ഞാൻ എന്തിനാ വന്നിട്ട് നോക്കിയപ്പം ഞാൻ അങ്ങോട്ട് താഴെ കടന്ന് കേസ്. ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ട് ഞാൻ പിന്നെയും ചത്തി. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചത്തെടുത്ത് ഇതിങ്ങനെ ഇരുട്ടായത് കൊണ്ട് എൻ്റെ അടുത്ത് ഒരൊറ്റ ടോർച്ചല്ല കാണിച്ചിട്ട് കണ്ടോ തന്നെ ഏരിയ. സോ ഇതിനെ ഞാൻ അങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ ഇതിനൊക്കെ എത്തി. ഇതിനൊക്കെ ഇതുപോലെ ഇറങ്ങി നിന്നിട്ടൊക്കെ ഫൈൻഡ് ചെയ്ത് ഈ ഒരു ഏരിയ ഒക്കെ ആയിട്ട് എത്തി. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് താഴത്തേക്കാണ് മൈൻ ചെയ്ത് പോയിട്ട് അവസാനം അയ്യാനും കിട്ടി ഗൈസ്. ഒരു 5-6 തോനെ അയ്യാൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അയ്യാൻ കിട്ടി. അയ്യാൻ സാധനങ്ങളാക്കി മറ്റേ പെട്ട് ഇവിടെ ഫുള്ള് ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല കണ്ട. അതുകൊണ്ട് നിങ്ങൾ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടോ നോക്കുക. ടെക്സ്ചർ നമ്മൾ ഹൊറർ മോഡ് മറ്റേ സീക്മൊക്കെ ചെയ്യുന്ന ഹൊറർ മോഡ് ട്രൈയിങ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ടാകുമോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാൻ 2 മൈനങ്ങോട്ട് ചെയ്തിട്ട് ഇതിനെ ബെസ്റ്റ് ടോർച്ച് ഇവിടെ ഉണ്ട് കുത്തിട്ട്. ഓക്കെ, നമുക്ക് പിക്കാക്സ് വെച്ചിട്ട് ഇരുന്ന് മൈൻ ചെയ്യാം. അതൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൈൻ ചെയ്യാം. സോ നിങ്ങൾ മൈൻക്രാഫ്റ്റിൻ്റെ മൂവി കണ്ടിട്ടുണ്ടോ ഗൈസ്? മൈൻക്രാഫ്റ്റ് മൂവി ഒക്കെ അങ്ങനെ വലുതായിട്ട് ഒന്നും തോന്നിയില്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ട് മൂവി അത്ര നിൽക്കുന്നുണ്ട്. മൈൻക്രാഫ്റ്റ് ഫാനായിട്ടുള്ള ഞാൻ എങ്ങനെ പറയുകയാണെങ്കിൽ വിലക്കാരം ഉണ്ടാവാനാണ് ഗൈസ്. എനിവേയ്സ് ഞാൻ മൈൻ ചെയ്തു എത്തുന്നില്ലല്ലോ അവിടെ തിരിച്ച്. അത് ശരി, ഞാൻ പെട്ട്. ഓക്കെ, കയറി. ഓക്കെ, ഞാൻ മുറിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ധ്യാനം ഇട്ടിട്ട് പോവാം, ലൈറ്റൊക്കെ എടുത്തിട്ട്. ഒടുക്കത്തെ ഇരുട്ടാണ് ഗൈസ്, ഒന്നും കാണാൻ വയ്യ. അതുകൊണ്ടാ അവിടെ കേവ് കിട്ടി ഗൈസ്. കേവ് നമ്മൾ കുഴിച്ച് കേവിനിട്ടില്ല. അന്ന് സൗണ്ടൊക്കെ കേൾക്കാണ്ട്, വെള്ളമുണ്ട് ഇതൊന്നും അടിയിൽ. എനിവേയ്സ് ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അതുകൊണ്ട് അത്രയ്ക്ക് റെയിനിങ്ങിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഗെയിം ഒന്ന് പോസാക്കി. ഓക്കെ നമ്മളിതാ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ടോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം ഞാൻ ഫാസ്റ്റാക്കി കാണിച്ചു തരാം, കാരണം ഇനി കഴിച്ചിട്ട് ലോഡ് കടക്കാണ്ട്. അതാണ് എല്ലാം ഞാൻ ഫാസ്റ്റാക്കി ഇടും. ഇതൊക്കെ ഫാസ്റ്റാക്കി കാണിച്ചു തരാം. സോ ഗൈസ് നമ്മൾ നൈസായിട്ട് ഗെയിമിൽ നിന്ന് അറിയാതെ എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. കാര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ഗൈസ്. ഓക്കെ നമ്മൾ ഇതിനിങ്ങനെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ മുകളിൽ കൂടെ അങ്ങനെ കയറി പോവുകയാണ്. ഓക്കെ നമ്മൾ അവിടെ അടുത്തെത്തി. ഇനിയിപ്പോൾ ടോർച്ചിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ടോർച്ചിൻ്റെ ഗ്ലോ മോഡ് പാക്ക് ഉണ്ടോ നോക്കണം ഗൈസ്. നിങ്ങളുടെ ടെക്സ്ചർ പാക്ക് ഉണ്ടോ നോക്കണം. അത് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ എൻ്റെ ഇൻസ്റ്റാളൊക്കെ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ, എൻ്റെ വീട്. സോ ഞാൻ ഒരു പ്രാവശ്യം ചാടിച്ചെത്തി. എങ്ങനെ ഇരിക്കും ചാടിച്ചെത്താലല്ലോ എൻ്റെ വീട്. സോ എത്രയിൽ ഔട്ട് ഓഫ് എത്രയാണ് റേറ്റ് ചെയ്യുക എത്രയാണ്? സോ ഇതാണ് വീട്. ഈ കാണുന്ന ബ്രിഡ്ജ് ഞാൻ പോകുന്നതാണ് കേട്ടോ. ഓക്കെ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ നിന്ന് ജസ്റ്റ് വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വീഡിയോ ജസ്റ്റ് ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നില്ല ഗൈസ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് ഇതിനകത്ത് അവിടെ ഗൈസ് ഒറ്റയടിക്ക് ചത്ത് അയൺ സോഡ് കൊണ്ട്. അപ്പോൾ ഹെറോപ്രൈനൊക്കെ വന്നാൽ ചത്തു പോകാൻ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടും ഗൈസ്. ഓ മൈ ഗോഡ്, നൈറ്റായി. വീട്ടിൽ ഓടിക്കാൻ വെച്ചാൽ വീട്ടിൽ ഓടിക്കുക. ഇത് എനിക്ക് വേറെ വേർഷൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിന് വേറെ വേർഷൻസ് കണ്ടോ. ആ ബ്രിഡ്ജ് പണിയത് എന്ത് നല്ല അതുകൊണ്ട് ഇപ്പോൾ ചാവാനാണ് ഞാൻ വേറെ ചെയ്തത്. എൻ്റെ ആദ്യം ഞാൻ ഇത് ഇതാക്കിയപ്പോൾ എന്തോ ഒരു ബഗ് അടിച്ച് കേടായി. അപ്പോൾ ഞാൻ ചാവാനായിട്ട് വെറുതെ കാട്ടിക്കൂട്ടി പരിപാടികളാണ് മീൻസ്. അപ്പോൾ ചെത്തപ്പോൾ ശരിയായിട്ട് ഇവിടെ കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കടന്നുറങ്ങാൻ കുറച്ച് നേരം. നമ്മൾ നെക്സ്റ്റ് ടൈം സ്കിന്ന് ഒക്കെ വേറെ ആക്കും. കാരണം എൻ്റെ കയ്യിലൊരു സ്കിൻസ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ മൈൻക്രാഫ്റ്റ് സ്കിന്ന് വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ മതി. അതിന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ മാക്സിമം ഒരു ലിങ്കോ ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ വീഡിയോൻ്റെ താഴെ വേണ്ട എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഇടും. അപ്പോൾ അതിലായിരിക്കും വേണമെങ്കിൽ കയറാം. അതിന് ശേഷം മറ്റേ മൈൻക്രാഫ്റ്റ് സ്കിന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സെറ്റ് വരും. ക്രീപ്പറിനെ അന്വേഷിച്ചാണ് വീഴ്ചയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓ ഇരുട്ടത്താണ് ഇവന്മാർ കൂടുതലും പതുങ്ങുന്നത്. രാത്രിയൊക്കെ വരണമെന്ന് തോന്നുന്ന ടൈമിലുണ്ട് മീൻസ്. ഇതെന്താണെന്ന് അറിയാം, രാത്രി ഇവന്മാർ വരുന്നില്ല. നമുക്ക് അങ്ങോട്ട് ചാടാം. 3, 2, 1. അയ്യോ മീൻസ് 3 ഹാർട്ട് പോയി. ബിക്കോസ് ഞാനൊരു സ്കെൽറ്റനെ കണ്ടു, അതുകൊണ്ടാണ് നിർത്തിയാണ്. സ്കെൽറ്റനെ അതാണ് എടാ എന്താ നോക്കട്ടെ. നോക്കി 1, 2, 1, 2, 3, 2, 3, 4. ഓക്കെ നമുക്ക് 3 ഹാർട്ടിൽ കിട്ടി. ഇനിയും വല്ലവന്മാരെ ഒന്ന് മെയ്യുമ്പോഴേക്കും നമുക്ക് എസ്കേപ്പ് ആവാം കേട്ടോ. ഓക്കെ നമുക്കൊരു കോൾ കിട്ടി. എൻ്റെ കൂടെ ഒന്ന് കളക്ട് ചെയ്തേക്കാം. കിട്ടിയതെടുത്തിട്ട് വാങ്ങാം. നമ്മൾ നെക്സ്റ്റ് ടൈം ഇവിടെ ഫുൾ ആർമറൊക്കെ സെറ്റാക്കിയിട്ടാണ് വരിക. ഓക്കെ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് അവിടെ എനിക്കിന്ന് ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കീ ഏതാണെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. ഹൗ ടു ചേഞ്ച് ക്യാമറ ആംഗിൾ. ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാടേ എങ്ങനെയാണ് ക്യാമറയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യുക. ഞാൻ എന്ത് വട്ടം പിടിച്ച് നോക്കിയിട്ട് അവസാനം ഇതൊക്കെ സ്ലോ മോഷൻ വരെ ആയി ഗൈസ്. 3 എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് എന്നിട്ട് പണിയാം. കുറച്ച് കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ ഗൈസ്. എന്നിട്ട് കുറച്ച് പവർ വരട്ടെ. സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഹങ്കറുണ്ട്, അതൊക്കെ പിന്നെ നമുക്ക് ഇടണം. അപ്പോൾ നമുക്ക് മെയിൻ കൃഷി 1, 2, 3, 4, 5 സീഡ്
സീഡ് 1 2 3 4 5 6 7 8 9 സീഡ്. സോ ഗൈസ് നമ്മളിത് ഇത് രണ്ടും ആക്കിയിട്ട് നമുക്ക് സീഡിടാം. 1 2 ഇനി നമ്മുടെ അടുത്ത് 21 സീഡുണ്ട് ഗൈസ്. അപ്പോഴേക്കും നമുക്ക് വെള്ളം സെറ്റാക്കണ്ടേ, എന്നാലല്ലേ പെട്ടെന്ന് നമുക്ക് വളരുള്ളൂ. ഓക്കെ 1 2 3 4 5 6 7 8 9 10. തോന്നെ യൂട്യൂബേഴ്സ് ഇതുപോലെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സീഡൊക്കെ നട്ടിട്ടുണ്ട്. ബിക്കോസ് ജീവിക്കേണ്ടത് മൈൻക്രാഫ്റ്റിൽ നാവ് തന്നെ പോകണം മീൻസ് എന്ത് ചെയ്യാനാണ്. സോ നമ്മളിത് ഇതൊക്കെ അങ്ങനെ മൈൻ ചെയ്ത് പോകുന്നേ ഗൈസ്. അല്ല അപ്പോൾ വേറെ വഴിയില്ലല്ലോ. എന്തായാലും നമുക്ക് മൈൻ ചെയ്യാം. മൈനല്ല ഡേർട്ട് കുഴിക്കലാണ് മൈൻ കേട്ടോ. ആരെങ്കിലും ചോദിച്ചാൽ ഡേർട്ട് കുഴിക്കലാണ്. പണിയാണ് ഗൈസ്. ഡ്രീം വന്നിട്ട് ചോദിച്ചാൽ ഡ്രീം വന്നിട്ട് ചോദിച്ചാൽ ഗൈസ് ഡേർട്ട് കുഴിക്കില്ലാന്ന് പറഞ്ഞാൽ ഡ്രീം എടുത്ത് തലക്കിട്ട് നന്നായിട്ട് പോടാൻ പറ്റിയെന്ന് പറഞ്ഞ് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഇതാക്കണം. ഇതൊക്കെ ഞാൻ പിന്നെ സെറ്റാക്കുന്നുണ്ട് ഗൈസ്. ഇതേന്ന് വരുന്നുണ്ടോ നോക്കട്ടെ. വെള്ളം ഇല്ല, അപ്പോൾ ഇത് കുഴിക്കേണ്ടി വരും ഗൈസ്. കുഴിക്കാൻ വരാത്തെന്ത് ചെയ്യണം. ഇപ്പോൾ 5-6 പ്രാവശ്യം കുഴിച്ച് ഇനിയിപ്പോൾ വെള്ളം മുകളിലേക്ക് കയറിപ്പോയാൽ ഭാഗ്യം. എന്തായാലും ഇപ്പോൾ ഉള്ള പോലെ ഇരിക്കട്ടെ. നമുക്ക് ഡേർട്ട് വെച്ച് ഫുഡൊന്ന് കവർ ചെയ്തേക്കാം. ഇത് ഞാൻ ബാരി ബോൺസ് അങ്ങനെ ഇത് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്ചർ പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ നിങ്ങളും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അത്യാവശ്യം നല്ലൊരു ടെക്സ്ചർ പാക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബാരി ബോൺസ്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സീഡ് വെച്ചേക്കാം. 1 2 3 4 5 6 7. നമുക്ക് ഇവിടെയും കുറച്ച് സീഡൊക്കെ നടാം. മീൻസ് നിങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് ഇതുപോലെ സീഡ് നടണ സംഭവം കണ്ടിട്ടില്ല. കണ്ട വിസ്തൃതി കണ്ട ഫാസ്റ്റ് കണ്ട മീൻസ്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇത്രയും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ഫാസ്റ്റാണ് എൻ്റെ കാണിച്ചു തരാം. 1 2 3 കണ്ട എന്ത് ഫാസ്റ്റാണ് കണ്ട ഗൈസ്. ഈ ആദ്യത്തെ എന്തായാലും വിടും ഞാൻ, കാരണം ഒന്ന് സെറ്റായി കിട്ടണ്ടേ. അതുകൊണ്ട് ആദ്യത്തെ ഞാൻ വിടും ഗൈസ്. ബൈക്ക് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എൻ്റെ ഓക്കെ നമുക്ക് ഇതിനെ കാണാനായിട്ട് ഡേർട്ടിട്ട് മൂടുകയാണ്. മഴയാണ് കേസ്. അപ്പോൾ ഒടുക്കത്തെ മഴയാണ്. നിങ്ങൾ അവിടെ അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഓക്കെ നമ്മളിത് കറണ്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിനെ അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ് സെറ്റാക്കാം. ഓക്കെ നമ്മളത് മുറിച്ച് പോവുകയാണ് ഗൈസ്. എടാ സെറ്റ് ഗൈസ്. ആരെങ്കിലും നമ്മുടെ എംഫോട്ടിക്കലത്തെ ജിയോമച്ച് ചെയ്ത പോലെ അവസ്ഥയാണ് ഗൈസ്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ വെച്ചിട്ട് മറ്റേ ഫുഡ് അടിച്ച് കയറ്റി. സോ ഗൈസ് നമ്മളിത് മഴയാണ് ഗൈസ്. ഒന്നും റെക്കോർഡാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ഫാസ്റ്റ് ആക്കാം. എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, ഒടുക്കത്തെ മഴയാണ്. അതുകൊണ്ട് ഒന്ന് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം. ഗൈസ് നമ്മൾ എല്ലാ പരിപാടിയും ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഒടുക്കത്തെ മഴയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴുള്ള കാലാവസ്ഥ എന്താണെന്ന് പറഞ്ഞേക്കാണ്. നമുക്ക് ഫുഡ് എടുത്തിട്ട് ഈ ഹാൻഡിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഈ എടുക്കട്ടെ. ഓക്കെ കഴിയുമ്പോട്ടുണ്ട്. ഞാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. ഓക്കെ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ. സോ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ. പറ്റുമോ നോക്കണമല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് നോക്കണമല്ലോ പറ്റുമോ പറ്റില്ല. ഇല്ല പറ്റില്ല. ഇല്ല ഗൈസ് പറ്റുന്നില്ല. മാറ്റി വെക്കട്ടെ. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് നമ്മളിത് പരിപാടിയൊക്കെ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. സീഡ് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റുമോ?
നോക്കട്ടെ ഗൈസ് സീഡ് വെക്കാൻ പറ്റുമെന്ന്. പറ്റും. അപ്പോൾ സീഡ് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അനേബിളാണ് ഈ ഗെയിമിൽ. ഓക്കെ, നമുക്ക് ഇതേനെ പോയിട്ട് ഈ നടുവിൽ നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മൾ നടുകയാണ് കേട്ടോ വെള്ളത്തിൽ. സ്പെഷ്യലാണ് ഈ ഒരൊറ്റ സീഡ് സ്പെഷ്യലാണ് ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് ചടി കയറട്ടെ ഗൈസ്. ഓക്കെ, ചടി. അയ്യോ പോയി. ചടി പോയിട്ടില്ല. നമുക്കിനി തെങ്ങനെ വെച്ചിട്ട് 3, 2 എന്താവാട്ടെ. ഓക്കെ, ആയി പോയി. നമ്മൾ ഈ ചാടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഈ സംഭവം. ചാടിച്ച് നിൽക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നാറ്. എന്നെ പ്രാന്താക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ വല്ല പക്കുവാകണം. അതാ പോയി അടയ്ക്ക് എന്തിൻ്റെ കേടാടാ. എന്ത് ചെയ്തിട്ട് നിൽക്കുന്നില്ലല്ലോ. പോകുന്നതന്നെ നിൽക്കുന്നു. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മാന്തിയിട്ട് ഓടിച്ച്. ഓക്കെ, സെറ്റായി. സെറ്റാക്കി. ഞാൻ തന്നെ BGM ഇട്ടാ കേട്ടോ. ഞാൻ തന്നെ BGM ഫുള്ള് ഞാനാണ് ഗൈസ്. സെറ്റ് പവർ ഞാൻ തന്നെ BGM. എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാനുള്ള ടൈമായി ഗൈസ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. നമ്മൾ ഇനിയും അടുത്ത വീഡിയോയും ആയിട്ട് വരും കേട്ടോ, മൈൻക്രാഫ്റ്റ്. സോ ബൈ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന അപ്പോഴേക്കും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. സോ ബൈ.